എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ കൊച്ചുനാളിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ആ മെഴുക്കുവരട്ടിയാണ്. അതായത് വാഴയ്ക്ക, അതായത് നേന്ത്രക്കായ എന്ന് പറയത്തില്ല, പച്ച ഏത്തയ്ക്ക, അതും അതിൻ്റെ കൂടെ കറുത്ത കടലയും കൂടെ വെച്ചുണ്ടാക്കുന്ന വെളിച്ചെണ്ണയിലുണ്ടാക്കുന്ന ആ ടേസ്റ്റിയായ മെഴുക്കുവരട്ടിയാണ്. പലരുടെയും പേഴ്സണൽ ഫേവററ്റാണ്. ഇത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം കുറേ കമൻസ് കണ്ടിരുന്നു, തോരൻ കുറേ റെസിപ്പീസ് ഞാൻ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ തോരൻ്റെയൊക്കെ ഏകദേശമൊക്കെ എല്ലാം ഒരുപോലെ അല്ലേ, എല്ലാവർക്കും തോരനൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അധികം തോരൻ ഇടാഞ്ഞത്. നിങ്ങൾക്ക് തോരൻ്റെ റെസിപ്പി വേണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റെസിപ്പികളുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ തോരൻ റെസിപ്പിയുടെ ഞാനെങ്കിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് തോരൻ്റെ റെസിപ്പിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിനിടയിൽ നിന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഇപ്പം തന്നെ ഒരു 4-5 തോരൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റിൽ ഈ വാഴയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 2-3 രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഒന്നുകിൽ ഈ ഏത്തയ്ക്കയാണെങ്കിൽ നേരത്തെ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് സെപ്പറേറ്റ് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മെഴുക്കുവരട്ടിയൊക്കെ ആയതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യും കേട്ടോ, എന്നാലേ ആ മെഴുക്കുവരട്ടിയുടെ ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പം നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും എടുക്കാം, പക്ഷേ ഒരു നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഇനി എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളക് നെടുക കീറിയത്, അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. ഇപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 10-15 എടുത്താൽ മതി. ഇപ്പോൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുമേ. ഇപ്പോൾ ഈ സവാള വഴറ്റുന്ന സമയത്ത് നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ ഈ മെഴുക്കുപുരട്ടിക്ക് ഒരു കളറ് കറക്റ്റായിട്ട് വരാനാണ് ഈ സമയത്ത് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചതച്ച മുളകും അതിൻ്റെ കൂടെ ഒരു 4-5 വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതും കൂടെ മിക്സ് ചെയ്യണം. അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഇത് ചതച്ച മുളകാണ്, 2 ടേബിൾ സ്പൂൺ എടുത്തതാണ്. ഇതിങ്ങനെ ഞാൻ വാങ്ങിക്കാൻ കിട്ടുന്ന വാങ്ങിച്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾ വറ്റൽമുളക് എടുത്തിട്ട് പൊടിച്ചാലും മിക്സിയിലിട്ട് പൊടിച്ചോ അല്ലെ ചതച്ചോ എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ തൊലിയോടുകൂടി ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ച് 2 കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ്. ഇപ്പോൾ മെഴുക്കുവരട്ടി ആയാലും തോരനായാലും ഒക്കെ ഈ ചതച്ച മുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കായ ചേർത്ത് കൊടുക്കണം. അതായത് കായ ഞാനിവിടെ ഈ ഒരു പരുവത്തിൽ നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാടങ്ങ് കട്ടി കുറയ്ക്കണ്ട, അത് കുഴഞ്ഞു പോകും. ഇത് ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലെ വെക്കാവേ. ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് ഒന്ന് വേവിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നത്.
അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കൂടാണ്. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ഒന്ന് അടപ്പ് മാറ്റി നോക്കണം, അടിക്ക് പിടിക്കണം. ഈവൻ നമ്മൾ വെള്ളം ചേർത്താൽ പോലും ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനിത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റായി. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയതാണ്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നേ. ഇതിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എൻ്റെ ഈ കൈക്ക് 1 കൈപ്പിടി കടല വേവിച്ചതാണ്. ഇത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കടല വേവിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പം ഉപ്പിടാതെ മഞ്ഞൾപ്പൊടി ഇടാതെ വേവിച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലയ്ക്ക് പിന്നെ ഉപ്പ് പിടിക്കാൻ പ്രയാസമായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കടലയ്ക്ക് ഒരു ചെറിയൊരു മഞ്ഞ കളർ വരണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ മെഴുക്കുവരട്ടിയോട് കൂടി ചേർന്ന് പോകണ്ടേ. അപ്പം നേരത്തെ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പം അതുകൂടെ ചേർത്ത് കൊടുക്കാമേ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടിക്ക് പിടിക്കാതെ മിക്സ് ചെയ്യണം. ഈ ചതച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, ഈ തൊലിയോടുകൂടി ചതച്ച വെളുത്തുള്ളി ഇതിലിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇവിടെ ഇങ്ങനെ നല്ലൊരു മണമുണ്ട് അതിൻ്റെ. അത് ആ തൊലി നമ്മൾ എടുക്കുന്നത് കൊണ്ട് ആ തൊലി കഴുകിയതിന് ശേഷം, ആ വെളുത്തുള്ളി ഞാൻ കഴുകിയതിന് ശേഷം എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. ഇതിൽ നേരെ പകുതിയായിട്ട് വേണമെങ്കിൽ അരിയാം. പിന്നെ ഇത് ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഇത്ര നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഇത് അരിയുമ്പോൾ ഒരു ഏത്തക്കായ എടുത്തിട്ട് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ആ 4 പീസിന് ചെറിയ പീസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കേട്ടോ. അപ്പം നമുക്ക് എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. പക്ഷേ ഞാൻ നിങ്ങളിത് കാണിച്ചു തരാനെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അരിയുന്നവിടെ കാണിച്ചു തരാനത്. പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ആ ഒരു മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മുടെ ഈ മെഴുക്കുവരട്ടി ഏകദേശമൊക്കെ ഒരു പരുവമായി. ഇനി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓവറായിട്ട് കുഴഞ്ഞു പോകും. അപ്പം നമുക്കിനി ഇതിലേക്ക് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടെ വഴറ്റണം കേട്ടോ. അപ്പം ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. രണ്ട് കറിവേപ്പില ഒന്ന് ഞെരടി ഇടുവാണേ. ഈ ഏത്തക്ക ഉണ്ടല്ലോ, ഈ വെളിച്ചെണ്ണക്കകത്ത് കിടന്നൊന്ന് ചെറുതായിട്ട് മൂക്കുകയും കൂടെ ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതാണ് ഞാൻ ഇങ്ങനെ കുറേ നേരം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, നമ്മളിങ്ങനെ ടേസ്റ്റ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. ഈ ഒരു പരുവത്തിൽ അങ്ങ് ഓഫ് ചെയ്താൽ മതിയേ. അപ്പം ഈ നല്ലപോലെ വേവുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇത് വെളിച്ചെണ്ണയ്ക്ക് ഇത്ര നല്ലപോലെ മൂക്കുകയും ചെയ്യണം. കഞ്ഞിയുടെ കൂടെ അതുപോലെ തന്നെ, അതായത് ചൂട് കഞ്ഞിയുടെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ചൂട് ചോറിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ഒരു പീസ് ഒന്ന് എടുത്ത് കഴിച്ച് കാണിക്കാമേ. സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയെ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.